ഈ ലോകത്ത് ആരും തന്നെ ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്ന ഉറപ്പോടെ അപ്രായോഗികമായൊരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നു. ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വിജയിച്ചാൽ ഭീമമായ സമ്മാനത്തുക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദീർഘനാളുകൾക്ക് ശേഷം ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഒരാൾ വരികയും ലോകത്തിൽ പിന്നെ അതൊരു ചരിത്രമാവുകയും ചെയ്തു. 3000 കിലോ ഭാരമുള്ള ഐസ് കട്ട നിറച്ച ട്രക്ക് മരുഭൂമി അടക്കമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൂടെ 8500 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ആ ചലഞ്ചിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. 1958 ഒരു ശൈത്യകാലത്ത് ആർട്ടിക് സർക്കിളിൽ സംപ്രേഷണം ചെയ്തു വന്നിരുന്ന RTL ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫ്രഞ്ച് വാണിജ്യ റേഡിയോ ശൃംഖലയായ റേഡിയോ ലക്സംബർഗിലൂടെ റേഡിയോ നെറ്റ്വർക്കിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും ആൾക്കാരുടെ ഇടയിൽ അതിശയോക്തമായൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നതിനും ചർച്ചയാകുന്നതിനുമായി വലിയൊരു ചലഞ്ച് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. അവരുടെ ആ ചലഞ്ച് ഇങ്ങനെയായിരുന്നു: വലിയൊരു ട്രക്കിൽ 3000 കിലോ ഭാരമുള്ള വലിയൊരു ഐസ് പാളി കയറ്റി നോർവേയിലെ മൊയ്രാനയിൽ നിന്ന് 8500 കിലോമീറ്റർ അകലെയുള്ള മധ്യ ആഫ്രിക്കയിലെ ലിബർവാലി എന്ന പ്രദേശത്തേക്ക് എത്തിക്കണം. ഈ ചലഞ്ച് ഏറ്റെടുത്ത് വിജയിച്ചാൽ വിജയിക്കുന്ന ആൾക്ക് വലിയൊരു പ്രൈസും പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രൈസ് തുക ആരെയും മോഹിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അതായത് 3000 കിലോ ഭാരമുള്ള ഐസ് പാളി 8500 കിലോമീറ്റർ അകലെയുള്ള മധ്യ ആഫ്രിക്കയിലെ ലിബർവാലിയിൽ എത്തിക്കുമ്പോൾ എത്ര കിലോ ഐസാണോ ഉരുകാതെ അവശേഷിക്കുന്നത്, അതിന് ഓരോ കിലോ ഒന്നിന് 1 ലക്ഷം ഫ്രാങ്ക്, അതായത് 1 കിലോ ഐസ് $17,000. ഇപ്പോഴത്തെ ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ 14 ലക്ഷത്തിലേറെ രൂപ വരും ഓരോ കിലോ ഉരുകാത്ത ഐസിന് കിട്ടുന്ന പ്രൈസ് തുക. എത്ര കിലോ ഐസാണോ ഉരുകാതെ എത്തിക്കാൻ കഴിയുന്നത് അതിനനുസരിച്ച് ഭീമമായ പ്രൈസ് മണി സ്വന്തമാക്കാം. ഇതിൽ ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലുമുള്ള റെഫ്രിജറേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നത് മാത്രമായിരുന്നു. അന്ന് ഈ ചലഞ്ചിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല ചർച്ചാ വിഷയമായി. ആർട്ടിക് സർക്കിളിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയിലൂടെ മധ്യ ആഫ്രിക്കയുടെ ഭൂമധ്യ രേഖയിലേക്കുള്ള യാത്ര അതികഠിനമാണെന്നും എത്ര വലിയ ഐസ് പാളി ആയിരുന്നാലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പൂർണ്ണമായും ഉരുകി തീരുമെന്ന് ജനങ്ങളുടെ ഇടയിൽ വൻതോതിൽ അഭിപ്രായമുണ്ടായി. ഭീമമായ പ്രൈസ് മണി ഉണ്ടായിരുന്നിട്ടും ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. റേഡിയോ ലക്സംബർഗ് ആകട്ടെ ആരും ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ വരില്ല എന്ന ആത്മവിശ്വാസത്തോടെ റേഡിയോ നെറ്റ്വർക്കിൻ്റെ പബ്ലിസിറ്റിക്കായി ഈ ചലഞ്ചിനെക്കുറിച്ചും പ്രൈസ് മണിയെക്കുറിച്ചും നിരന്തരം ജനങ്ങളുടെ ഇടയിലേക്ക് സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏതാണ്ട് 1 വർഷം കടന്നുപോയി. അങ്ങനെ ഇരിക്കെ 1959 ഗ്ലാസ് വൂൾ ഇൻസുലേഷൻ മെറ്റീരിയലൊക്കെ നിർമ്മിക്കുന്ന നോർവീജിയൻ കമ്പനിയായ ഗ്ലാസ് വാട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബിൽജൻ നാറ്റിക് തങ്ങളുടെ ഗ്ലാസ് വാൾഡ് എന്ന കമ്പനി ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇത് അക്കാലത്ത് വളരെ സെൻസേഷണലായിട്ടുള്ള ന്യൂസായി മാറി. ഇത്രയും ദൂരവും പ്രതിസന്ധികളും ഒട്ടനവധി വെല്ലുവിളികളും നിറഞ്ഞ ഈ ചലഞ്ചിൽ ഐസ് പാളി ഉരുകാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്നത് പൊതുജനങ്ങൾക്ക് ഇടയിൽ ആകാംക്ഷയും ആവേശവും ജനിപ്പിച്ചു. എന്നാൽ ബ്രിഡ്ജർ നാറ്റ്വിക്കിന് തങ്ങളുടെ കമ്പനിയിൽ ഉൽപ്പാദിക്കുന്ന ഗ്ലാസ് വൂൾ ഇൻസുലേഷൻ ഉപയോഗിച്ച് ഐസ് പാളി കവർ ചെയ്ത് അന്തരീക്ഷത്തിലെ താപനിലയിൽ നിന്ന് ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഐസ് ഉരുകാതെ കൊണ്ടുപോകുവാൻ സാധിക്കും എന്നതിൽ പക്കാ കോൺഫിഡൻ്റ് ആയിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു ചലഞ്ചിൽ ജയിച്ചാൽ കിട്ടുന്ന സമ്മാന തുക തൻ്റെ കമ്പനിയുടെ വളർച്ചയ്ക്ക് സഹായകമാകും എന്ന പ്രതീക്ഷയോടും കൂടിയാണ് ബിൽജർ നാറ്റ്വിക് ഈ ചലഞ്ച് ഏറ്റെടുത്തത്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത കാര്യം ലോകം മുഴുവൻ ഫേമസ് ആയി. അന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം ഇത് കൗതുകവും ആകാംക്ഷയും നിറഞ്ഞ വാർത്തയാക്കി മാറ്റി. ഇതേ സമയത്ത് തന്നെ ബ്രിഡ്ജർ നാറ്റ്വിക് ഇതിനാവശ്യമായ ജോലിക്കാരെ സംഘടിപ്പിച്ച് ജോലികൾ ചെയ്യാനും ആരംഭിച്ചു. ഈ ചലഞ്ചിനായി ബ്രിഡ്ജർ നാറ്റ്വിക് എടുക്കുന്ന ഓരോ തയ്യാറെടുപ്പുകളും പത്രങ്ങളിലെ ഹെഡ്ലൈൻ വാർത്തകളായി മാറിക്കൊണ്ടേയിരുന്നു. ഇതറിഞ്ഞ റേഡിയോ ലക്സംബർഗ് ഒന്ന് ഞെട്ടി. കാരണം ആരും ഇത്രയും വലിയ ചലഞ്ചുള്ള റിസ്ക് ഏറ്റെടുക്കാൻ വരില്ല എന്ന ധൈര്യത്തിലായിരുന്നു റേഡിയോ ലക്സംബർഗ് ഈ ചലഞ്ചും ഭീമമായ സമ്മാന തുകയും പ്രഖ്യാപിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ഈ മത്സരം ക്യാൻസൽ ചെയ്താലോ എന്നുവരെ റേഡിയോ ലക്സംബർഗ് ആലോചിച്ചു. എന്നാൽ ബ്രിഡ്ജർ നാറ്റ്വിക് ഈ ചലഞ്ചിന് വേണ്ടി എടുക്കുന്ന ഹാർഡ് വർക്കും ഈ മത്സരവും ലോകം മുഴുവൻ ചർച്ചാ വിഷയമായതോടുകൂടി റേഡിയോ ലക്സംബർഗിന് മത്സരം ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞില്ല. മത്സരത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഐസ് പൂർണ്ണമായും ഉരുക്കിത്തീരും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു റേഡിയോ ലക്സംബർഗ്. എന്നാൽ ബ്രിഡ്ജർ നാറ്റ്വിക്കിന് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ തൻ്റെ കമ്പനിക്കുണ്ടാകുന്ന പബ്ലിസിറ്റി.
2 വിജയിച്ചാൽ കിട്ടുന്ന ഭീമമായ സമ്മാനത്തുക. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരം ആരംഭിച്ചു. ആ ചലഞ്ച് സെൻസേഷണൽ വാർത്തയായിരുന്നതിനാൽ തന്നെ പല വമ്പൻ കമ്പനികളും ബ്രിഡ്ജർ നാറ്റ്വിക്കിന് പല സ്പോൺസറുകളും ചെയ്യാൻ മുന്നിൽ വന്നു. സ്കാനിയ ഇതിനാവശ്യമായ ട്രക്ക് കൊടുത്തു. പെട്രോളിയം കമ്പനിയായ ഷെൽ ഈ യാത്രയ്ക്ക് ആവശ്യമായ മുഴുവൻ പെട്രോളും സ്പോൺസർ ചെയ്തു. ഇനി ബ്രിഡ്ജർ നാറ്റ്വിക്ക് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി 3000 കിലോ ഭാരമുള്ള ഐസ് പാളി എങ്ങനെ സംഘടിപ്പിക്കും എന്നതായിരുന്നു. അതിനായി അവർ കണ്ടെത്തിയ പോംവഴി മഞ്ഞുമലയിൽ നിന്നും 3000 കിലോ വരുന്ന വലിയൊരു ഐസ് പാളി ഒറ്റ പീസായി കട്ട് ചെയ്തെടുക്കാം എന്നതായിരുന്നു. എന്നാൽ അത്തരം ഒരു വലിയൊരു ഐസ് പാളി മഞ്ഞുമലയിൽ നിന്നും ട്രക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങളുടെ പരിമിതി ഉള്ളതിനാൽ 200ഉം 250ഉം കിലോ ഭാരമുള്ള ഐസ് പാളികളായി കട്ട് ചെയ്തെടുത്ത് ഹെലികോപ്റ്ററുകളുടെ സഹായത്താൽ ആ മുറിച്ചെടുത്ത ഐസ് പാളികൾ ട്രക്കിനരികിൽ എത്തിച്ച് ഒരുമിച്ച് ട്രക്കിൽ ലോഡ് ചെയ്തു. ഏതാണ്ട് 3050 കിലോ ഭാരമുണ്ടായിരുന്നു അത്രയും ഐസിന്. ട്രക്കിൽ ലോഡ് ചെയ്ത ഐസ് പാളികൾക്ക് ചുറ്റും ബ്രിഡ്ജർ നാറ്റ്വിക്കിൻ്റെ കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഗ്ലാസ് വൂൾ മെറ്റീരിയൽ കൊണ്ട് ആവരണം ചെയ്തു. ഈ ഒരു ആവരണം അന്തരീക്ഷത്തിലെ താപവ്യതിയാനങ്ങളിൽ നിന്ന് ഐസിനെ ഏറെക്കുറെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ യാത്രയിൽ ആഫ്രിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ ദാനമായി കൊടുക്കുന്നതിനായി 300 കിലോഗ്രാം വരുന്ന മരുന്നുകളും ലോഡ് ചെയ്ത് ഇരുമ്പ് കണ്ടെയ്നർ കൊണ്ട് അടച്ചു. യാത്രക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ബ്രിഡ്ജർ നാറ്റ്വിക്കിൻ്റെ ഈ ടീമിൽ ഒരു എഞ്ചിനീയർ, 4 ഡ്രൈവർമാർ, ഒരു മെക്കാനിക്, 2 ക്യാമറാമാൻമാരും ഉണ്ടായിരുന്നു. അങ്ങനെ 1959 ഫെബ്രുവരി 22-ന് ഈ മത്സരത്തിൻ്റെ യാത്ര ആരംഭിച്ചു. തുടക്കത്തിൽ ഈ യാത്ര എളുപ്പമായിരുന്നു. കാരണം നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൂടെയായിരുന്നു തുടക്കയാത്ര. ആയതിനാൽ തന്നെ ഐസ് ഉരുകാതെ ഇരിക്കുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങളും ആദ്യം അനുകൂലമായിരുന്നു. മാത്രവുമല്ല നല്ല റോഡുകളും ഉണ്ടായിരുന്നു. ഡെൻമാർക്ക്, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, സ്പെയിൻ, മൊറോക്കോ, അൾജീരിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലൂടെയൊക്കെയായിരുന്നു യാത്രാവഴി. ഈ യാത്രയും ഈ ചലഞ്ചും പത്രമാധ്യമങ്ങളിൽ നിരന്തരം വാർത്തയും പ്രചരണങ്ങളും വന്നുകൊണ്ടേയിരുന്നു. ആയതിനാൽ തന്നെ ഈ വാഹനം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഈ വാഹനത്തെ ഒന്ന് കാണുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനും ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. വാഹനം പാരീസിലെത്തിയപ്പോഴേക്കും അവിടെ ഈ വാഹനത്തെ സ്വീകരിച്ചത് വൻ ജനാവലിയുടെ അകമ്പടിയോടെയായിരുന്നു. പാരീസ് മേയറാകട്ടെ ഇത്തരമൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ മുതിർന്ന അവർക്ക് വിരുന്നു സൽക്കാരം നടത്തി. മാത്രമല്ല പാരീസ് നഗരം കടക്കുന്നതുവരെ പാരീസ് പോലീസ് ആ വാഹനത്തിന് എസ്കോർട്ടും നൽകിയിരുന്നു. അങ്ങനെ ഈ യാത്ര തുടങ്ങി ഒരാഴ്ച കഴിയുന്ന സമയത്ത് ഐസ് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം തെക്കൻ ഫ്രാൻസിലെ മാൻസ എന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ എത്തിയ ഉടനെ തന്നെ ഈ ട്രക്കിനെ കപ്പലിലേക്ക് കയറ്റി. ഇനി കടൽ ക്രോസ് ചെയ്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരുവാൻ സാധിക്കുകയുള്ളൂ. കടൽ കടന്ന് മറുസൈഡിലെത്തിയപ്പോൾ അവിടെയുള്ള സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇനിയുള്ള അവരുടെ യാത്ര അതികഠിനമായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലും ഉയർന്ന താപനിലയും കാരണം ട്രക്കിനുള്ളിലെ മഞ്ഞുരുകാൻ ആരംഭിച്ചു. മാത്രമല്ല മരുഭൂമിയിലൂടെ ദീർഘദൂരമുള്ള യാത്ര ചെയ്യേണ്ടി വന്നതിനാൽ തന്നെ ഈ യാത്രയിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. ഈ ട്രക്ക് പല ഭാഗങ്ങളിൽ പല തവണകളിൽ മരുഭൂമികളിലെ മണലിൽ പൂണ്ടുപോകുന്നതും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വളരെ പണിപ്പെട്ടാണ് ഓരോ തവണയും മണലിൽ പൂണ്ടുപോകുന്ന വണ്ടിയെ യാത്രാസജ്ജമാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പാഴാകുന്ന സമയങ്ങളിൽ ഐസ് ഉരുകുന്നതും അവരിൽ ആശങ്കയുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതുമാത്രമല്ല ഈ യാത്രാ ടീം അംഗങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന സംഭവങ്ങൾ വരെ ഈ യാത്രക്കിടയിലുണ്ടായി. കാരണം ഇവർ കടന്നു പോകുന്ന ചില രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളുമൊക്കെ നടക്കുന്നുമുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ യാതൊരു സമയത്തും ഈ ട്രക്കിനു നേരെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നവർ ഭയന്നിരുന്നു. ആയതിനാൽ തന്നെ അവർ കടന്നു പോകുന്ന ചില ഭാഗങ്ങളിൽ ഫ്രഞ്ച് ആർമി ഇവർക്ക് സുരക്ഷ നൽകി. അത് കഴിഞ്ഞ് സുരക്ഷിതമായി പോകുവാൻ കഴിയുന്ന പാതകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അവർ നൽകി. അന്തരീക്ഷത്തിലെ ഉയർന്ന ചൂടും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചില പ്രതിസന്ധികളും ഉരുകുന്ന ഐസും ഈ ദൗത്യസംഘത്തെ ആശങ്കപ്പെടുത്തി. വേഗത്തിൽ പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പരമാവധി വേഗത്തിൽ പോകാൻ ശ്രമിച്ചു. എന്നാൽ മരുഭൂമിയിലെ ചില സ്ഥലങ്ങളിൽ പെട്ടുപോകുമ്പോൾ ഉരുകുന്ന ഐസ് ജലം ഒട്ടകത്തിന് നൽകിയും പ്രതിസന്ധികളെ തരണം ചെയ്തും കിട്ടുന്ന ഭക്ഷണം കഴിച്ചും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ യാത്രയിൽ ആഫ്രിക്കൻ ഉൾഗ്രാമത്തിലെ ആശുപത്രിയിലെത്തി അവിടെ കൊടുക്കുവാൻ കരുതിയിരുന്ന 300 കിലോ മരുന്ന് അവിടെ നൽകി. അങ്ങനെ അവരുടെ യാത്ര ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താറായി.
അങ്ങനെ 27 ദിവസങ്ങൾക്കു ശേഷം പര്യവേഷണ സംഘം അവരുടെ നീണ്ട കഷ്ടപ്പാടുകൾക്കൊടുവിൽ 3050 കിലോഗ്രാം ഐസ് കട്ടയും അതുകൊണ്ടുവന്ന ട്രക്കും ലക്ഷ്യസ്ഥാനമായ ലിബർവെല്ല എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ ഉള്ളവരെല്ലാം അവരെ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. ഇനി എത്ര കിലോ ഐസാണ് ഉരുകാതെ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചത് എന്ന് നോക്കിയാൽ 3050 കിലോ ഐസുമായി 8500 കിലോമീറ്റർ പല പ്രതിസന്ധികൾ തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ഉരുകാതെ 2714 കിലോ ഐസാണ് അവർക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇത്രയും വലിയ ചലഞ്ച് ഏറ്റെടുത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിയെങ്കിലും അവർക്ക് സമ്മാനത്തുക ലഭിച്ചില്ല. കാരണം ഈ ചലഞ്ച് പ്രഖ്യാപിച്ച റേഡിയോ ലക്സംബർഗ് അവസാന ഘട്ടത്തിൽ ഈ ചലഞ്ചിൽ നിന്ന് പിന്മാറി. എന്നിരുന്നാലും മാധ്യമങ്ങൾ വഴി ബ്രിഡ്ജർ നാഡ്വിക്കിനും സംഘത്തിനും അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് വൂൾ ഉൽപ്പാദന കമ്പനിക്കും വൻ പേരും പ്രശസ്തിയുമുണ്ടായി. അവർ കൊണ്ടുവന്ന ഐസ് കട്ട ലിബർവില്ലയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അവിടുത്തെ ജനങ്ങൾ ആദ്യമായിട്ടായിരുന്നു ഐസ് കട്ട കാണുന്നത് തന്നെ. എന്തായാലും ഈ പര്യവേഷണം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിൽ വൻ വിജയമായിരുന്നു. പര്യവേഷണത്തിൽ ഏർപ്പെട്ട ആ കമ്പനിയുടെ ഗ്ലാസ് വൂൾ പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ പബ്ലിസിറ്റിയായി. ഇപ്പോൾ ആ കമ്പനി ഗ്ലാവ എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.